ഗോപാലേട്ടു ഒന്നേ, അവൻ വന്നിട്ട് നിങ്ങളെ വന്ന് കണ്ടില്ലേ? ആര്? നിങ്ങളുടെ പഴയ ചങ്ങാതി എന്നെ കുത്തിയിട്ട് പോയില്ലേ പൊട്ടി. എന്റെ സുഖു ചെറുപ്പത്തിന്റെ തളപ്പിൽ എന്താ വേദാന്തൊന്നും വേണ്ട, നിങ്ങൾ അവന്റെ സൈഡിൽ നിൽക്കൂ. പക്ഷെ ഞാൻ വിടുവൊന്നുമില്ല അവനെ. ഇതായത് കണ്ടോ, കത്തി കയറിയ പാടാ. അത് ഞാൻ മറന്നു. 2 ദിവസത്തെ വേദന. എന്റെ ചങ്കി കുത്തിയതോ മറക്കണോ ഞാൻ? അന്ന് വിങ്ങുവാ, അറിയോ നിങ്ങക്ക്? രവി കല്യാണം കഴിഞ്ഞു ഭാര്യയും മക്കളൊക്കെ ആയിട്ട് വന്നിക്കണെന്ന് ഞാൻ പറഞ്ഞു കേട്ടെ. ഇനിയിപ്പോ രാഗിണി നിനക്ക് കേട്ടാലോ? കൊള്ളാം. സുമാരന്റെ അത്രക്ക് നാറിയ അവന് വേണ്ടാത്ത എനിക്കല്ലേ? എന്റെ പട്ടിക്ക് വേണ്ട, പട്ടിക്ക്. പക്ഷെ എന്റെ ജീവിതം തൊലച്ചതിന്റെ കണക്കവൻ പറയണം. അത് ഞാൻ പറയിപ്പിക്കും. കാലം മുഴുവൻ എന്നോട് കാട്ടിയാൻ അനുഭവിക്കണവള്. അമ്മയില്ലാത്ത നായിന്റെ മോള്. ഗോപാലേട്ടൻ എന്നെ മനസ്സിലായോ? മനസ്സിലൊക്കെ ആ പോണോ ആരാന്നറിയോ? അറിയാം, അവനെ കണ്ടോടാ ഞാൻ ഇറങ്ങിയത്. എന്തിനെ? അവൻ തന്നെ തിരക്കിയാ നടക്കണ്. ഓഹോ, എന്നാ ഇപ്പൊ തന്നെ കണ്ടുകളയല്ലോ. രവി അവൻ പോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. എന്തിനിപ്പോ നാളത്തേക്ക് ആക്കണേ? നീ പറഞ്ഞ മതി, ഇങ്ങോട്ട് വരാൻ നടക്ക്. ഞാൻ മനഃപൂർവ്വം കുത്തിയൊന്നുമല്ല, എങ്ങനെയോ കൊണ്ടു. അതിനിപ്പോ എന്നോട് പകരം വീട്ടുന്നെങ്കിൽ വീട്ടിക്കോട്ടെ. അതൊന്നും അല്ലടാ അവന്റെ വേദന. അവൻ ആശിച്ച പെണ്ണല്ലടാ അവന്റെ മുറപ്പെണ്ണ്. ചെറുപ്പം മുതൽ സ്വന്തം എന്ന് വിചാരിച്ചു കൊണ്ടുവന്നിട്ട് അവള് വേറെ ഒരുത്തിനെ സ്നേഹിച്ച അവന് സഹിക്കോ? അത് കുട്ടിക്കാലത്തെ കാര്യമല്ലേ. 10-18 വർഷമായി ഞാൻ പോയിട്ട്. ഞാൻ പിന്നൊരു കത്ത് പോലും വെച്ചിട്ടില്ല. പിന്നെന്താ? നീ മറന്നുപോയി. പക്ഷെ അവള് നിന്നെ മാത്രം ആലോചിച്ചിട്ടാ ജീവിക്കണേ. അതറിയോ നിനക്ക്? അവള് കരഞ്ഞു പറഞ്ഞതിന്റെ പേരില് പോലീസ് പോലും നിന്റെ പേര് പറഞ്ഞില്ല അവൻ, അറിയോ? അതിനുശേഷം 3-4 കൊല്ലം കഴിഞ്ഞ് വെളിച്ചപ്പാടും സുഖുവിന്റെ അച്ഛനും കൂടി അവരുടെ കല്യാണം നിശ്ചയിച്ച് നടത്താൻ പോയതാ. അപ്പൊ അവള് പറഞ്ഞു തൂങ്ങിച്ചാവുന്നു. എന്നാ അവനോട് വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരും മാറി മാറി പറഞ്ഞു. അവന് വേണ്ട. വെളിച്ചപ്പാട് ചത്തേ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അവനാ. എന്നാ അവളുടെ വീടിന്റെ മുറ്റത്ത് ചവിട്ടൂല്ല, അവളുടെ മുഖത്തൊക്കെ ഒരു അക്ഷരം മിണ്ടൂല്ല. എന്നാ അവളെ വെറുക്കോ? അതുമില്ല. ഒരു പെണ്ണിന് വേണ്ടി ജീവിതം തൊലയ്ക്കവൻ. ആ കലി നിന്നോടല്ലാതെ പിന്നെ ആരോടാ അവൻ തീർക്കുക? ശരിയായിരിക്കാം, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവള് ചെയ്തതാ തെറ്റ്. ഒന്ന്, എത്താത്ത പുളിങ്കമ്പിൽ പിടിക്കാൻ നോക്കി. പിന്നെ നിന്റെ വാക്കു വിശ്വസിച്ചു. നീ വരണേന് 2 ആഴ്ച മുമ്പ് ആടിനെ മേയ്ക്കാൻ വന്നപ്പോ ദാ ഇവിടെ വെച്ചെന്നെ ഞാൻ കണ്ടു. കൊറേ സംസാരിച്ചു. അന്നും പറഞ്ഞു അവൾക്കുറപ്പാ എന്നായാലും നീ വന്ന് അവളെ കൊണ്ടുപോകുന്നു. ഒരു ബീഡി എത്തിക്കാൻ ഇത്തിരി തീ തരൂടി രാഗിണിയായി. തീപ്പെട്ടി മതിയോ? സുകുമാര, ഞാനത് പിന്നെ നീ ഏതാണ്ട് കൂപ്പില് പഠിക്കുമെന്ന് എപ്പോ വന്നു? ബീഡി തീർന്നല്ലോ സുകുമാര. ബീഡി ഉണ്ടോ ഒരെണ്ണം തരാൻ? സുകുമാര, മേലാലി വീടിന്റെ ഉമ്മറത്ത് വന്ന് വിളവെടുത്താണ്ടോ ഓനക്കത്തിന്റെ പണ്ടത്തി കരിഞ്ഞാൻ ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ അപ്പനാണ് സത്യം. दिन से हमने ज्यादा बात नहीं किया. എല്ലാം എന്നോട് പറയാനിട്ടുണ്ട്. ലേക്കിൻ ഹമാരി ചിന്നുക്ക നാം അവളുടെ ചെല്ല പേരാണെന്ന് എന്താ എന്നോട് പറയാതിരുന്നത്? ഭർത്താവ് ചെറുപ്പത്തിൽ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞാൽ
ഭാര്യയ്ക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും സ്നേഹിക്കണു എന്നറിയുമ്പോൾ സീത, നീ വിചാരിക്കുന്നത് പോലെ സ്നേഹമല്ല എനിക്ക് അവളോട്. കുറ്റബോധം. അതെ, കുറ്റബോധം തന്നെ. പണ്ടെങ്ങോ പറഞ്ഞൊരു വാക്ക് ഞാൻ മറന്നു, അവൾ മറന്നില്ല. ഇന്നും കാത്തിരിക്കുകയാണ് എനിക്ക് വേണ്ടി. കണ്ടില്ല അറിഞ്ഞില്ല എന്നൊക്കെ നടിക്കാം, പക്ഷേ എന്തോ എനിക്കതിന് കഴിയുന്നില്ല. അവളെ കണ്ടോ? പിന്നെ ഇല്ല. കാണണം, കണ്ട് സംസാരിക്കണം, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണ്ടേ? നമുക്കൊരു വീടുണ്ട്, ജോലിയുണ്ട്, മക്കൾക്ക് സ്കൂളുണ്ട്. പോകണ്ടേ? പോണം. 1 2 3 ഇവിടെ ജോലിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതും കളയിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ തന്നെ വേണ്ടോളം ചീത്തപ്പേരുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതൊരു അംഗൻവാടിയാണ്, ഇവിടെ കുട്ടികളെ അറിയാം. പഠിപ്പിക്കും. ഞാൻ കാത്തു നിൽക്കാം. എന്തേലും സംസാരിക്കാനുള്ളത് ക്ഷമിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ മറക്കുന്നു. അല്ലേ? ക്ഷമിച്ചു, എല്ലാം മറന്നു പോരെ? ഒരു പെണ്ണ് ഇത്രയും കാലം കാത്തിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. അതെന്റെ ബുദ്ധിയില്ലായ്മ. ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നു, മണ്ടി. എനിക്കൊരു വിഷമമില്ല. ഇപ്പൊ ദേഷ്യം എനിക്ക് എന്നോട് തന്നെ. നാട്ടിലേക്ക് വരണമെന്നും കത്തെഴുതണമെന്നും ഒക്കെ ആലോചിച്ചിരുന്നതാ. അതിനിടയ്ക്ക് എനിക്കതൊന്നും കേൾക്കണ്ട. നിങ്ങൾക്കെല്ലാം ഉണ്ടായല്ലോ, ഭാര്യ, കുട്ടികള്, എല്ലാം. സന്തോഷമുള്ളൂ എനിക്ക്. ഇനിയും ജീവിതം പാഴാക്കണോ? ഇനി എന്ത് പാഴാകാൻ? പാഴായല്ലോ. സുകുമാരൻ കൊള്ളാം, കണ്ടുപിടിച്ച വഴി കൊള്ളാം. എന്തെളുപ്പാ. സുകുമാരനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചേ? അയാളിപ്പോഴും കല്യാണമൊന്നും കഴിക്കാതെ. അതുകൊണ്ട് ഉടനെ സുകുമാരനെ കെട്ടണം അല്ലേ? നിങ്ങൾക്കൊക്കെ അത് പറ്റും. ഒരു സ്ലേറ്റിൽ എഴുതിയതുപോലെ എന്തും വായിക്കാം, പുതിയത് എഴുതാം. ഞങ്ങളെ ബുദ്ധിയില്ലാത്തവര് അത് പഠിച്ചില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. ചിലതൊക്കെ മായ്ക്കണം, മറക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? അവനിപ്പോഴും ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ, അപമാനിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും എന്നെ നോക്കി സംരക്ഷിച്ചു. ആ പേര് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. സുഖുവിനോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ? വേണ്ട, എനിക്ക് ആരുടെയും വക്കാലത്ത് വേണ്ട. ഓർമ്മയുണ്ടോ? മറക്കില്ല. എന്നെ കാത്തിരിക്കാനെന്ന് അറിഞ്ഞു, പക തീർക്കാൻ. അടുക്കരുതെന്നോട്. അറിഞ്ഞുകൊണ്ട് അത്ര വലിയ തെറ്റാണ് ഞാൻ സുഖുവിനോട് ചെയ്തതെങ്കിൽ സുഖുൻ എന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. വേണേ കൊല്ലാം, ഇതാ നിന്ന് തരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് സുഖു എന്നോട് പറയണം. അന്നും ഇതുപോലെ സുഖു തന്നെ എൻ്റെ നേരെ കത്ത് കിട്ടിയത്. ഞാൻ മനഃപൂർവ്വം കുത്തിയതല്ല, അറിയാതെ കൊണ്ടു. അതല്ലടാ, എന്റെ ജീവിതത്തിൽ നിന്ന് നീ അവളെ തട്ടിയെടുത്തില്ല. എന്നിട്ടിപ്പോ അവളെ നീ പറ്റിച്ചില്ല. എന്റെ അവളുടെ ജീവിതം നീ അല്ലടാ പട്ടു. അടിയുണ്ടാക്കാനല്ല, എന്നെ കാണാനും സംസാരിക്കണം. ഞാൻ പിടിക്കരുത്. വിടവനെ, വിടവനെ, കൊല്ലിനെ കൊല്ലട്ടെ. അവനോട് നീയൊന്നും പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ മനസ്സിലാവാത്ത ജാതിയാണ്. എന്താണ്ടിരിക്കുക, മനസ്സിലാകുമെന്ന് നമുക്ക് നോക്കാം.